നട്ടലിന് താഴെയായിട്ട് ഒരു ചെറിയൊരു പീസ് ബിറ്റ് പൊട്ടിയിട്ടുണ്ട്. 2.5 മാസക്കാലം എന്തായാലും എഴുന്നേൽക്കാനോ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വളരെയിലുണ്ട്. ഒരു സ്ത്രീ എന്ന നിലയിൽ നട്ടല് പൊട്ടുക എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ നേരിട്ടുള്ള സമയമാണ് ഇപ്പോൾ എന്തായാലും 2.5 മാസക്കാലം. എന്താണ് സംഭവം? അന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റി മെമ്പർ നിലയിൽ ആ സമരത്തോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഞാനും. ഈ സമരം കൃത്യമായി ആരംഭിച്ച് നിയമസഭാ മന്ദിരത്തോട് ചേർന്ന് സമരം നിൽക്കുമ്പോൾ ബാരിക്കേഡിന് മുകളിലേക്ക് സാധാരണ സ്ത്രീകൾ കയറാറുണ്ട്. കൃത്യമായി അവർ കയറി, പക്ഷേ കൃത്യമായ രീതിയിൽ ആ സ്ത്രീകൾ കയറി അവരുടെ ഇരിപ്പിടം ഉറപ്പിക്കും മുമ്പാണ് ഇവർ ചെയ്തത്. ആദ്യമേ ആ സ്ത്രീയെ അടിച്ചിരുന്നുവെങ്കിൽ ആ സ്ത്രീ താഴെ വീഴും. താഴെ നിൽക്കുന്ന പ്രവർത്തകർക്ക് അവരെ പിടിക്കാനും അവർക്ക് ആരോഗ്യത്തിൽ കുഴപ്പമില്ലാതെ കൈകാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷെ ഇവർ ചെയ്തത് താഴെ നിൽക്കുന്ന എല്ലാ പ്രവർത്തകരെയും ജലപീരങ്കി കൊണ്ട് അടിച്ച് മാറ്റിയ ശേഷമാണ് ദിവ്യ എന്ന പെൺകുട്ടിയെ മാർക്ക് ചെയ്ത് പോയിന്റ് ചെയ്ത് അടിച്ചിട്ടുള്ളത്. ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ആ കാര്യം. അടിച്ച ശേഷം കൃത്യമായ കുട്ടി താഴെ വീഴുകയും നട്ടലിന് പരിക്കേൽക്കുകയും ചെയ്തു. ആ സമയം പോലീസ് ആംബുലൻസ് തയ്യാറാക്കിയില്ല. ആ സമയം നമ്മുടെ ബഹുമാന നേതാക്കന്മാര് പോലീസോട് ചോദിച്ചപ്പോൾ നിങ്ങൾ 5, 3, 6 പേരിലേ ഉള്ളൂ, അല്ലെങ്കിൽ 10 പേരിലേ ഉള്ളൂ, ആംബുലൻസ് നൽകിയില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് ആശുപത്രി പോവുകയും അതിന്റെ സ്കാനിങ്ങും എക്സ്റേ എടുക്കുകയും ചെയ്തതോടെയാണ് നട്ടലിന് ക്ഷതം സംഭവിച്ചത് അറിഞ്ഞത്.